കുറച്ചു പേർക്കിഷ്ടം കടൽ തീര യാത്രകളാണ്. കുറച്ചു പേർക്ക് എന്നെപ്പോലെ മലകളും കുന്നുകളും കണ്ടുള്ള യാത്ര. പക്ഷേ ഇന്ത്യയിലെ ഈ മനോഹരമായ ശവകുടീരം കണ്ടപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾക്ക് പുതിയൊരു ഓപ്ഷൻ ലഭിച്ച പോലെ. അതെ, ഇതാണ് ഹ്യൂമയൂണിൻ്റെ ശവകുടീരം. ഭൂമിശാസ്ത്രം, വാസ്തുവിദ്യ, ശക്തി, പർദീസ എന്നിവയെല്ലാം തികഞ്ഞ ഇഴയടക്കത്തോടെ 450 വർഷങ്ങൾക്ക് മുൻപ് ഒരുമിച്ച് ചേർത്തിരിക്കുന്ന ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ പൂന്തോട്ട ശവകുടീരം. ഈ മനോഹരമായ പൂന്തോട്ടം കാണാനായി ഞാൻ കേരളത്തിൽ നിന്നും 2500 കിലോമീറ്റർ സഞ്ചരിച്ച് ഡൽഹിയിൽ എത്തിച്ചേർന്നു. ഇതാണ് പ്രശസ്തമായ ഇസാ ഖാൻ ടോംബ്. ഏകദേശം ഈ ഹുമയൂൺ ടോംബ് വരുന്നതിന് 20 കൊല്ലം മുമ്പാണ് ഈ ഒരു ടോംബ് പണി കഴിപ്പിച്ചത്. ഹുമയൂണിന്റെ ശവകുടീരം ഡൽഹിയിലെ ആകാശരേഖയിലേക്ക് ഉയരുന്നതിന് വളരെ മുമ്പ് തന്നെ ഇസാ ഖാന്റെ ശവകുടീരം ഇവിടെ നിശബ്ദവും ശക്തവുമായിരുന്നു. 1547 ഷേർഷാ സൂരിയുടെ ഭരണകാലത്ത് നിർമ്മിച്ചതാണ് ഈ അഷ്ടഭുജാകൃതിയിലുള്ള ശവകുടീരം. അഫ്ഗാൻ വംശത്തിലെ ഒരു പ്രഭുവായിരുന്നു ഇസാ ഖാൻ. മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഉദയത്തെ എതിർത്ത ഒരു യോദ്ധാവും കൂടിയായിരുന്നു അദ്ദേഹം. ഈ ശവകുടീരം മുഗൾ ആധിപത്യം പൂർണ്ണമായും ഉയർന്നു വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ പരിവർത്തനത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഇസാ ഖാന്റെ ശവകുടീരം കണ്ടതിന് ശേഷം ഹുമയൂണിന്റെ ശവകുടീരം ലക്ഷ്യമാക്കി ഞാൻ നടന്നു. അപ്പോൾ അങ്ങകലെ ബൂ ഹാലിമ ഗേറ്റ് കടന്നു വരുന്നു. ഇതെല്ലാം ഹുമയൂണിന്റെ സമാധിയിലേക്കുള്ള പ്രവേശന വാതിലുകളാണ്. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കവാടം ബൂ ഹാലിമയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഒരു ഉദ്യാന വലയത്തിലേക്കുള്ള പ്രവേശന കവാടമായി വർത്തിക്കുന്നു. ചില ചരിത്രകാരന്മാർ അവർ ഒരു കുലീന സ്ത്രീയോ ഉദ്യാനത്തിൻ്റെ പരിപാലകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ രാജകീയ വംശത്തിലൊരു വ്യക്തിയോ ആയിരിക്കാമെന്ന് അനുമാനിക്കുന്നു. എന്നാൽ ചരിത്രം കൃത്യമായ ഉത്തരങ്ങൾ എങ്ങും നൽകിയിട്ടില്ല. ബൂ ഹലീമ ഗേറ്റ്വേയിലൂടെ കടന്നു പോകുമ്പോൾ പുറം ലോകത്തിൻ്റെ ആരവം മങ്ങുന്ന പോലെ ഒരു മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ നടുവിൽ കാലം ബാക്കി വെച്ച ഒരു നോബിൾ വുമണിൻ്റെ വിശ്രമസ്ഥലം. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ചക്രവർത്തിയുടെ പൈതൃകത്തിന് കാവൽ നിൽക്കുന്ന ഒരു നിശബ്ദ കാവൽക്കാരനെ പോലെ മഹത്തായ പടിഞ്ഞാറൻ കവാടം ഉയർന്നു വരുന്നു. മുന്നോട്ട് പോകുന്ന ഓരോ ചുവടിലും കാലത്തിൻ്റെ പാളികൾ അടർന്നു വീഴുന്നത് പോലെ തോന്നുന്നു. ചുവന്ന മണൽക്കല്ലിൽ കൊത്തിയെടുത്ത കമാനങ്ങൾ, ഒരിക്കൽ കടന്നുപോയ രാജകീയ കാൽപ്പാടുകളുടെ പ്രതിധ്വനികൾ ഇവിടെ മുഴങ്ങുന്ന പോലെ. ഇതൊരു സാധാരണ പ്രവേശന കവാടമല്ല, ഒരു സാമ്രാജ്യം സങ്കല്പിച്ചതുപോലെ പർദീസയിലേക്കുള്ള കവാടമാണ്. ഞാൻ കമാനത്തിൻ്റെ അടിയിലൂടെ മുന്നോട്ട്, കവാടത്തിൻ്റെ നിഴൽ എന്നെ ചുറ്റിപ്പിടിക്കുന്ന പോലെ. കമാനാകൃതിയിലുള്ള ഫ്രെയിമിലൂടെ ശവകുടീരത്തിൻ്റെ ആദ്യ കാഴ്ച അതിഗംഭീരമെന്ന് പറയാം. പാത ഇടുങ്ങിയതായി മാറുന്നു, വായു കട്ടിയാകുന്നു. ശബ്ദത്താലല്ല, നിശബ്ദതയിൽ ശവകുടീരം സ്വയം വെളിപ്പെടുന്നു. ഇതാണ് ഹുമയൂണിൻ്റെ ശവകുടീരത്തിൻ്റെ ആദ്യ കാഴ്ച. ലോകം അതിൻ്റെ മഹത്വത്തിൽ അത്ഭുതപ്പെടുമ്പോൾ അതിനെ സംരക്ഷിക്കുന്ന കൈകൾ വളരെ ചുരുക്കം പേർ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഈ മിനുക്കിയ കല്ലുകളും മനോഹരമായ വഴിയും പൂത്തുലയുന്ന പൂന്തോട്ടവും പ്രഭാതത്തിന് മുമ്പ് ജോലി ചെയ്യാനെത്തുന്ന ഇവരുടെ ഹാർഡ് വർക്കിൻ്റെ ബിംബങ്ങളാണ്. ശുചീകരണ തൊഴിലാളികൾ, പേരില്ലാത്തവർ, എളിമയുള്ളവർ, സ്ഥിരോത്സാഹമുള്ളവർ. അവർ രാജകീയ വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല, പക്ഷേ അവർ പൈതൃകത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ്. അവർ വൃത്തിയാക്കുക മാത്രമല്ല, അവർ ചരിത്രം സംരക്ഷിക്കുകയും കൂടി ചെയ്യുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ എത്ര പീസ്ഫുൾ ആണെന്നറിയാമോ? അന്തരീക്ഷം എന്താ പറയേണ്ടത്? നമ്മുടെയൊക്കെ ഈ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നൊരു ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. എത്രയോ പേര് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ ഗാർഡനിൽ വന്നിട്ട് രാവിലത്തെ ജോഗിങ്ങിന് വരുന്നു, അതിനുശേഷം കുറച്ച് നല്ല നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്നു. ഒരു സ്പിരിച്വാലിറ്റിയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇത് പണികഴിപ്പിക്കാനുണ്ടായ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് വലിയ കൊട്ടാരങ്ങളോ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അവരെ ത്രസിപ്പിച്ചിരുന്നത്, ഈ മുഗൾ രാജാക്കന്മാരെ. എന്തെന്ന് വെച്ചാൽ, ജീവിക്കാൻ വേണ്ടി മനുഷ്യർ ഭൂമിയിലേക്ക് വരുന്നത് വെറും 60-70 വയസ്സിലേക്ക് മാത്രമാണ്. ആ ഒരു ആയുസ്സിന് ശേഷം പിന്നെ മരണമാണ് സംഭവിക്കുന്നത്. പക്ഷെ മരിച്ചു കഴിയുമ്പോൾ
ആ ഒരു മനുഷ്യൻ എക്കാലവും ജീവിച്ചിരിക്കണം. അതിൻ്റെ ഒരു പ്രതീകം ആയിട്ട് അന്ന് അവർ ചിന്തിച്ചതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന ഈ ടോംസ് എല്ലാം ഇവിടെ ഉയർന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഏകദേശം 150 മേലെ ഖബറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു കാഴ്ചയിലേക്ക് നമുക്കിനി പോകണം. പക്ഷേ ഈ ഒരു ആംബിയൻസ് ഇവിടെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് അൺബിലീവബിൾ. ഞാൻ പടവുകൾ കയറാൻ പോകുന്നു. ചുവന്ന സാൻഡ്സ്റ്റോൺ വിരിച്ച ഈ പാത മുറുകുന്ന പോലെ 2 വശത്തും മണൽക്കല്ല് ഭിത്തികൾ ഉയർന്നു നിൽക്കുന്നു. എൻ്റെ ലോകം നിശബ്ദതയുടെ ഈ ഇടനാഴിയിലേക്ക് ചുരുങ്ങുന്നു. എൻ്റെ കാൽപ്പാടുകളുടെ ശബ്ദം കല്ലിൽ പ്രതിധ്വനിക്കുന്നു. ഓരോ ചുവടും അവസാനത്തതിനേക്കാൾ പഴയതായി തോന്നുന്നു. ഞാൻ ടൈം ട്രാവൽ ചെയ്ത് 450 വർഷം പിന്നിലേക്ക് വന്ന പോലെ. ഇതാ ഹൂമയൂണിൻ്റെ ശവകുടീരം. ഇത് വെറുമൊരു സ്മാരകമല്ല, ചുവന്ന മണൽക്കല്ലിലും വെളുത്ത മാർബിളിലും കൊത്തിയെടുത്ത ഒരു സ്വപ്നം. തൻ്റെ പ്രിയതമൻ്റെ ഓർമ്മ കാലാതീതമായി നിലനിൽക്കാൻ പത്നി പണികഴിപ്പിച്ച മനോഹരമായ നിർമ്മിതി. ഹൂമയൂണിൻ്റെ ശവകുടീരത്തെ ചുറ്റിക്കിടക്കുന്ന പൂന്തോട്ടം പരമ്പരാഗത ചാർബാഗ് ലേഔട്ടിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുഗളന്മാർ ഇന്ത്യയിൽ അവതരിപ്പിച്ച പേർഷ്യൻ ശൈലിയിലുള്ള ഒരു ചതുർഭുജ ഉദ്യാന ആശയമാണിത്. ചാർബാഗ് എന്ന വാക്കിൻ്റെ അർത്ഥം 4 ഉദ്യാനങ്ങൾ എന്നാണ്. ഈ ലേഔട്ട് സ്ഥലത്തെ 4 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്നു. അവ ജലചാലുകൾ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ചക്രവർത്തിയുടെ ശവകുടീരം മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം സ്വർഗത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ വിശ്രമിക്കുന്നത് പോലെ എന്നാണ് ആശയം. ഈ ഡിസൈൻ പ്രകാരം മരണത്തെ ഒരറ്റത്ത് നിന്ന് ദിവ്യ സമാധാനത്തിലേക്കുള്ള തിരിച്ചുവരവാക്കി മാറ്റുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഈ സ്കെയിലിലെ ആദ്യത്തെ ഉദ്യാന ശവകുടീരമായിരുന്നു ഹൂമയൂണിൻ്റെ ശവകുടീരം. താജ്മഹൽ ഉൾപ്പെടെയുള്ള പിൽക്കാല മുഗൾ വാസ്തുവിദ്യയ്ക്ക് ഇത് ഒരു മാതൃകയായി. ഹൂമയൂൺ ചക്രവർത്തിയുടെ ശവകുടീരം ലക്ഷ്യമാക്കി ഞാൻ നടന്നു. ഒരു ചുവട് പിന്നെ മറ്റൊന്ന്. എൻ്റെ കാലുകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വരച്ച ഒരു രേഖയെ പിന്തുടരുന്നു. ഓരോ വരയും ഓരോ കോണും എന്നെ മുന്നോട്ട് നയിക്കുന്നു. ഞാൻ ക്രമരഹിതമായി നടക്കുന്നില്ല. എന്നെ നയിക്കുന്നത് ഏതോ അദൃശ്യ ശക്തിയാണ്. കല്ലിൽ എഴുതിയ ഒരു കഥയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. ഇവിടെയുള്ള എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്. എൻ്റെ കാൽപ്പാടുകൾ എന്നേക്കാൾ പഴയൊരു താളത്തിൽ ചേരുന്നതായി എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ 450 വർഷങ്ങളായി ഇവിടെ വിശ്രമിക്കുന്ന ചക്രവർത്തിയാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതെ, അത് ഹൂമയൂണാണ്. ഞാൻ ഒരു നിമിഷം നിന്നു. ഖബർ എന്നെ നിശ്ചലമാക്കി. പക്ഷേ ജീവിതം അതിനു ചുറ്റും കറങ്ങുന്ന പോലെ ഈ നിശബ്ദ സ്മാരകം ജീവനുള്ളതായി തോന്നുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ചരിത്രം കല്ലുകളിൽ മാത്രമല്ല, അതിൻ്റെ അരികിലൂടെ നടക്കുന്ന ആളുകളിലുമുണ്ട്. എനിക്കറിയാത്ത മുഖങ്ങൾ, ഞാൻ കേട്ടിട്ടില്ലാത്ത ശബ്ദങ്ങൾ. ഒരുപക്ഷെ അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ ദേശവാസികളായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട് എന്നെപ്പോലെ. ആ കഥ കേൾക്കാനായി ഞാൻ ഇവരെ കണ്ടുമുട്ടി. ना अपने नबी बोलना भी क्या है, पूरा जो डॉक्टर कर रहा, जो इंजीनियर कर रहा, अब कर रहा, पढ़ के कर रहा, वो नहीं पढ़े से पहले हमारे नबी जैसा डॉक्टर का इंजीनियर का प्लान के बराबर करेगी दीन का काम हो। अब ये इन्हों भी नवाब साहब भी क्या करें, पहले आने के नस्ल को देखने के लिए, दिखाने के लिए हम ऐसा जंग करे, लड़े हैं हुकूमत के लिए बारे में। ഞാൻ അപരിചിതരോട് സംസാരിച്ചു. ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അവരുടെ പതിപ്പുകൾ കേട്ടു. തലമുറകളിലൂടെ കടന്നുപോയ കഥകൾ. ചിലത് ബോധ്യത്തോടെയും മറ്റുള്ളവ ജിജ്ഞാസയോടെയും പറഞ്ഞു. അവ സത്യമായിരുന്നോ? അറിയില്ല. അവ വസ്തുതാപരമായിരുന്നോ? അതും അറിയില്ല. എന്നാൽ ചരിത്രം സ്ഥിരീകരിച്ച വസ്തുതകളിൽ മാത്രമല്ല ബന്ധിച്ചിരിക്കുന്നത്. അത് ഓർമ്മ, വിശ്വാസം, ഭാവന എന്നിവയാൽ കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഈ ഹ്യൂമൻ ടോംബിൻ്റെ ഈ ഇത്രയും നേരത്തെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് വെക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഇതുപോലത്തെ ഒരുപാട് ട്രാവൽ വ്ലോഗുകളൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്കിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ഹിസ്റ്റോറിക്കലായിട്ടുള്ള മോണുമെൻറ്റ്സും കുറച്ച് യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.